റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ വിഷയമാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റഡി നോട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയൊരു വിശകലനമാണിത്. നമുക്ക് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് നേരെ കടക്കാം. എന്താ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം എന്തിനാണ് നമ്മൾ കോൺക്രീറ്റിനെ ബലപ്പെടുത്തുന്നത്, പിന്നെ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം ഒരു നല്ല ഡിസൈനിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും അവസാനം ഇതെല്ലാം കൂടി ഒരു ബീമിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ കാണും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യത്തെ സെക്ഷൻ, എന്തിനാണ് നമ്മൾ കോൺക്രീറ്റിനെ ബലപ്പെടുത്തുന്നത്? ഒരു അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണാൻ. എന്താണ് ആ പ്രശ്നം? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺക്രീറ്റിന് ഒരൊറ്റ വലിയ കുഴപ്പമുണ്ട്, ഒരു ഫേറ്റൽ ഫ്ലോ എന്ന് തന്നെ പറയാം. എന്തായിരിക്കും അത്? ഒന്നാലോചിച്ച് നോക്കിയേ. അതിനുള്ള ഉത്തരമാണ് ഇത്. കണ്ടോ, കോൺക്രീറ്റിനെ മുകളിൽ നിന്ന് അമർത്തിയാൽ, അതായത് കംപ്രഷൻ കൊടുത്താൽ, അത് ഭയങ്കര സ്ട്രോങ് ആണ്, പാറ പോലെ നിൽക്കും. പക്ഷേ അതിനെ രണ്ട് സൈഡിൽ നിന്നും പിടിച്ചു വലിച്ചാലോ, അതായത് ടെൻഷൻ വന്നാലോ, പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞുപോകും, ഭയങ്കര വീക്കാണ്. അപ്പോൾ ഈയൊരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ കോൺക്രീറ്റിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്കാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അല്ലെങ്കിൽ FCK. ഈ പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ, ഒരു കോൺക്രീറ്റ് മിക്സിന് എത്രത്തോളം ബലമുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അളവാണത്. നമ്മളൊരു 150 mm ക്യൂബ് ഉണ്ടാക്കി 28 ദിവസം കഴിഞ്ഞ് അതിനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന മിനിമം സ്ട്രെങ്ത്, അതാണ് ഈ FCK. അതായത് 100 സാമ്പിൾ എടുത്താൽ 95 എണ്ണത്തിനും ഈ പറയുന്ന ബലം ഉറപ്പായും ഉണ്ടാകും. ദാ ഈ ടേബിൾ നോക്കൂ. ഈ FCK വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റിനെ പല ഗ്രേഡുകളായിട്ട് തിരിക്കുന്നത്. M10, M20, M30 അങ്ങനെ M80 വരെ പോകുന്നു. ഒരു എഞ്ചിനീയർ ഒരു പാലം പണിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴോ ആ സ്ട്രക്ചറിന് എത്ര ബലം വേണോ അതിനനുസരിച്ചുള്ള ഗ്രേഡ് ഈ ടേബിളിൽ നിന്ന് തിരഞ്ഞെടുക്കും. ഇനി ഇത് ഓർത്തുവെക്കാനുള്ളൊരു എളുപ്പ വഴി പറയാം. ഇതിലെ M എന്ന് പറഞ്ഞാൽ മിക്സ്, കൂടെയുള്ള നമ്പർ അതാണ് അതിന്റെ സ്ട്രെങ്ത്. അപ്പോൾ M20 എന്ന് വെച്ചാൽ എന്താ? 20 Nm/mm² സ്ട്രെങ്ത് ഉള്ള മിക്സ്. സിമ്പിൾ. നമ്മൾ സാധാരണ കാണുന്ന വീടുകൾക്കൊക്കെ M20 അല്ലെങ്കിൽ M25 ഗ്രേഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് കോൺക്രീറ്റ് കൂടുതൽ സ്ട്രോങ് ആയി വരും. ഇനി ഈ ഗ്രാഫ് നോക്കൂ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കോൺക്രീറ്റിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണിത്. അതെത്രത്തോളം ഭാരം താങ്ങും, എവിടെ വെച്ച് തകരും എന്നൊക്കെ ഈ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. സ്ട്രക്ചറൽ അനാലിസിസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റാണിത്. അപ്പോൾ കോൺക്രീറ്റ് എന്ന നമ്മുടെ ഹീറോയ്ക്ക് ടെൻഷനിലൊരു വീക്ക്നെസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആ വീക്ക്നെസ് കവർ ചെയ്യാൻ വരുന്ന ഒരു പെർഫെക്റ്റ് സൈഡ് കിക്കുണ്ട്, അതാണ് സ്റ്റീൽ. ഇനി നമുക്ക് ഈ സൈഡ് കിക്കിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീലിന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വാക്കാണ് ഈൽഡ് സ്ട്രെസ്, അല്ലെങ്കിൽ FY. കോൺക്രീറ്റിനെ FCK പോലെയാണ് സ്റ്റീലിന് FY. ഒരു സ്റ്റീൽ കമ്പിയെ നമ്മൾ വലിച്ച് നീട്ടുമ്പോൾ അത് പൊട്ടിപ്പോകാതെ ഒരു പ്ലാസ്റ്റിക് പോലെ വലിയാൻ തുടങ്ങുന്ന ഒരു പോയിന്റുണ്ട്. ആ പോയിന്റിലെ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. കോൺക്രീറ്റിന് ഗ്രേഡ് ഉള്ളതുപോലെ തന്നെ സ്റ്റീലിനും പല ഗ്രേഡുകളുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് FE 415, FE 500 എന്നൊക്കെ. ഇവിടെ FE എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, അതായത് സ്റ്റീൽ. കൂടെയുള്ള 415 അല്ലെങ്കിൽ 500 എന്നതാണ് അതിന്റെ ഈൽഡ് സ്ട്രെങ്ത്. അപ്പോൾ FE 415 എന്ന് വെച്ചാൽ അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് 415 Nm/mm² ആണ്. ഇത് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈൽഡിങ്ങിന് ശേഷമുള്ള ഈ നീണ്ട ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സ്റ്റീല് അതിന്റെ മാക്സിമം ലോഡ് എത്തിയ ശേഷവും പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, പകരം ഒരുപാട് വലിയും. ഈ കഴിവിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇതൊരു സൂപ്പർ പവറാണ്. കാരണം ഒരു കെട്ടിടം തകരുന്നതിനു മുൻപ് നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് തരാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺക്രീറ്റിനെയും സ്റ്റീലിനെയും പറ്റിയൊരു ഐഡിയ കിട്ടി. ഇനി ഈ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? ഒരു ഡിസൈൻ നല്ലതാണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അതാണ് അടുത്ത വിഷയം. ഒരു നല്ല സ്ട്രക്ചറൽ ഡിസൈനിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, സ്ട്രെങ്ത്, അതായത് അതിന് വരാൻ സാധ്യതയുള്ള എല്ലാ ലോഡുകളെയും താങ്ങാനുള്ള കരുത്തുണ്ടാവണം. 2, സർവീസബിലിറ്റി, വെറുതെ കരുത്തുണ്ടായാൽ പോരാ, സാധാരണ ഉപയോഗിക്കുമ്പോൾ അതിന് വലിയ വളവോ വിള്ളലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. 3, സ്റ്റെബിലിറ്റി, അതായത് അത് മറിഞ്ഞു വീഴുകയോ തെന്നിപ്പോവുകയോ ഒന്നും ചെയ്യാതെ സ്ഥിരതയോടെ നിൽക്കണം.
ഈ മൂന്നും ഒത്തുവരുമ്പോഴാണ് ഒരു ഡിസൈൻ പെർഫെക്റ്റ് ആകുന്നത്. ശരി, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ കുറേ പഠിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കണ്ടേ? നമ്മൾ പഠിച്ച കോൺക്രീറ്റും സ്റ്റീലും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു ബീം. നമുക്കൊരു ബീമിനെ കീറിമുറിച്ച് പരിശോധിക്കാം. ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം അനലൈസ് ചെയ്യുമ്പോൾ എഞ്ചിനീയർമാർ പ്രധാനമായും 3 തരം സെക്ഷനുകളാണ് പരിഗണിക്കുന്നത്: ബാലൻസ്ഡ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ്, പിന്നെ ഓവർ റീഇൻഫോഴ്സ്ഡ്. ഇതിൽ ഏത് തരം സെക്ഷനാണ് നമ്മുടേതെന്ന് തീരുമാനിക്കുന്നത് അതിൽ നമ്മൾ എത്രത്തോളം സ്റ്റീൽ ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ 3 എണ്ണത്തിൽ ഏതാണ് ഏറ്റവും നല്ലത്? അതിന് നമ്മുടെ IS കോഡ് വളരെ വ്യക്തമായൊരു നിർദ്ദേശം തരുന്നുണ്ട്. ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനുകൾക്ക് മുൻഗണന നൽകണം. ഇതൊരു നിയമം പോലെയാണ്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ട്? എന്തിനാണ് കോഡ് ഇങ്ങനൊരു കാര്യം നിർബന്ധമായി പറയുന്നത്? ഇതിന്റെ ഉത്തരം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ കാതൽ മനസ്സിലായി എന്ന് പറയാം. ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷനിൽ സ്റ്റീലാണ് കോൺക്രീറ്റിനേക്കാൾ വീക്ക്. അതുകൊണ്ട് ലോഡ് കൂടുമ്പോൾ ആദ്യം സ്റ്റീല് വലിയാൻ തുടങ്ങും. സ്റ്റീല് വലിയുമ്പോൾ ബീമിന് താഴെ വലിയ വിള്ളലുകൾ വരും. ബീം ചെറുതായി വളയും. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മുന്നറിയിപ്പാണ്. എന്നാൽ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷന്റെ കാര്യം നേരെ തിരിച്ചാണ്. അവിടെ സ്റ്റീല് ഭയങ്കര സ്ട്രോങ്ങും കോൺക്രീറ്റ് വീക്കുമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കോൺക്രീറ്റ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പോലെ തകർന്നു വീഴും. ഇതൊരു ദുരന്തത്തിന് കാരണമാകും. അപ്പോൾ കാര്യത്തിന്റെ കാതൽ ഇതാണ്: മുന്നറിയിപ്പ് തന്നുണ്ടാകുന്ന തകർച്ച, അതായത് ഡക്റ്റൈൽ ഫെയിലിയർ, മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന തകർച്ചയേക്കാൾ, അതായത് ബ്രിട്ടിൽ ഫെയിലിയറിനേക്കാൾ എപ്പോഴും നല്ലതാണ്. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ നമുക്ക് ഡക്റ്റൈൽ ഫെയിലിയർ തരുന്നു, ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ ബ്രിട്ടിൽ ഫെയിലിയറും. അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് വേണ്ടി കോഡ് എപ്പോഴും അണ്ടർ റീൻഫോഴ്സ്ഡ് ഡിസൈൻ ചെയ്യാൻ പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഒരു എഞ്ചിനീയറുടെ ജോലി എന്താണ്? ഒരു സ്ട്രക്ചർ ശക്തവും ഉപയോഗയോഗ്യവും സ്റ്റേബിളുമാണെന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, മറിച്ച് അഥവാ അത് എപ്പോഴെങ്കിലും പരാജയപ്പെട്ടാൽ പോലും അത് മനുഷ്യജീവന് അപകടമില്ലാത്ത രീതിയിൽ മുന്നറിയിപ്പുകൾ തന്നുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുകൂടി ഉറപ്പുവരുത്തണം. അപ്പോൾ ഒരു ഡിസൈൻ സേഫും സർവീസബിളും ഡക്ടൈലുമാണെന്നൊരു എഞ്ചിനീയർ എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? ഇതായിരിക്കും നിങ്ങളുടെ അടുത്ത പഠനവിഷയം.